Today I discuss about the trend analysis. Analysis and interpretation of financial statement. മൂന്ന് ടൈപ്പ് ആണുള്ളത്. ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ട്രെൻഡ് അനാലിസിസ്. ഓക്കെ, സോ ഹൗ ടു കണ്ടക്ട് എ ട്രെൻഡ് അനാലിസിസ്, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So what do you mean by the trend analysis? It is analyzing the general tendencies in each item of the financial statements on the basis of the data of the base year. Okay, base ഇയറിനെ ഒരു വർഷത്തെ, അതായത് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ ഇയറിനെ നമ്മൾ ബേസ് ഇയർ ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ ഐറ്റംസ്, ഫിനാൻഷ്യൽ ഐറ്റംസിലുള്ള ഓരോ പാർട്ടിക്കുലേഴ്സിനുണ്ടാകുന്ന ടെൻഡൻസി എങ്ങനെയുണ്ട്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അത് പെർസെൻറ്റേജ് വൈസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അനലൈസിങ് ദ ജനറൽ ടെൻഡൻസീസ് ഇൻ ഈച്ച് ഐറ്റം ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡാറ്റ ഓഫ് ദ ബേസ് ഇയർ. സോ നമുക്ക് ഇങ്ങനെയും പറയാം, ദാറ്റ് ഈസ് കമ്പയറിങ് ദ പാസ്റ്റ് ഡാറ്റ ഓവർ ദ പീരീഡ് ഓഫ് ടൈം വിച്ച് ദ ബേസ് ഇയർ ഈസ് കോൾഡ് ദ ട്രെൻഡ് അനാലിസിസ്. ഓക്കെ, അതായത് ബേസ് ഇയറിനെ കൺസിഡർ ചെയ്തിട്ട് ഓരോ വർഷവും എത്രത്തോളം ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്, അതായത് കൂടുകയാണോ കുറയാണോ എന്ന രീതിയിലേക്ക് നമ്മൾ ആ ട്രെൻഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യും. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ട്രെൻഡ് അനാലിസിസ്? ടു ഫൈൻഡ് ദ ട്രെൻഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഓവർ പീരീഡ് ഓഫ് ടൈം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ്, അത് ഓരോ വർഷത്തിലും കൂടുകയാണോ കുറയുകയാണോ നമ്മളത് ആ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മളത് കൺസിഡർ ചെയ്യും. ദെൻ ടു മേക്ക് ദ കോംപ്രഹെൻസീവ് ആൻഡ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കൊരു കമ്പയർ ചെയ്യണം. ഓക്കെ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലേക്കാണ് ഈ ഒരു ട്രെൻഡ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ഫിനാൻഷ്യൽ ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. ഓക്കെ, നമ്മൾ ട്രെൻഡ് അനാലിസിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ട്രെൻഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ഓക്കെ നെക്സ്റ്റ് ഇയറിൽ എത്രത്തോളം ഉണ്ട്, അങ്ങനെ ഒരു 2 to 3 4 ഇയേഴ്സ് നമ്മൾ ഇതേപോലെ ഒരു ട്രെൻഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഇത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവാം. ഓക്കെ, അതിനൊക്കെയാണ് ഈ ട്രെൻഡ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി 3 കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ട്രെൻഡ് പേഴ്സൻറ്റേജ് ആയിട്ട് നമുക്ക് ട്രെൻഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. അടുത്തൊരു മെത്തേഡ് ട്രെൻഡ് റേഷ്യോ ആൻഡ് നെക്സ്റ്റ് വൺ ദ ഗ്രാഫിക് മെത്തേഡ്. ഔട്ട് ഓഫ് ദീസ് ദ ട്രെൻഡ് റേഷ്യോ ആണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ട്രെൻഡ് റേഷ്യോ. അപ്പോൾ നമുക്ക് ട്രെൻഡ് റേഷ്യോ എങ്ങനെയാണ് ചെയ്യണേ നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി യൂട്ടിലിറ്റീസ് ഓഫ് ദി ട്രെൻഡ് അനാലിസിസ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സിമ്പിൾ ടെക്നിക് ആൻഡ് ദിസ് മെത്തേഡ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്. നേരത്തെ പറഞ്ഞു നമ്മളൊരു കമ്പയർ ചെയ്യാണ്, ഓരോ വർഷത്തും വെച്ച് നമ്മൾ ഓരോ പാർട്ടിക്കുലേഴ്സ് വൈസ് ലൈക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ട്രെൻഡ് നമുക്ക് ഈസി ആയിട്ട് അത് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആൻഡ് ഇറ്റ് റെഡ്യൂസ് ദ ചാൻസ് ഫോർ ദ എറേഴ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഇൻഫർമേഷൻ ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എ സമ്മറി ഫോം. ഓക്കെ, ഒരു സമ്മറൈസ്ഡ് ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ ഓരോ വർഷങ്ങളിൽ അത് കമ്പയർ ചെയ്യുന്ന എത്രയാണോ ഇയർ വരുന്നത് അതെല്ലാം നമുക്ക് കൺസോൾഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിളായിട്ടുള്ള ഒരു ടേബിളിൽ തന്നെ നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then what are the limitations of the trend analysis? The trend ratio is a single item, has no significance unless is compared with the trend ratio with related figures. നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനൊരു റെലവൻസ് ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ഐറ്റത്തിൻ്റെ ഒരു ട്രെൻഡ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്കത് യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. Then if the accounting principles and the practices are not uniform, ഓക്കെ ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരിക്കലും ഒരു യൂണിഫോമിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് അനാലിസിസ് എക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ദർ മേ ബി നോ നോർമൽ ബേസ് ഇയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ 2019 എടുക്കണമെങ്കിൽ 19 എടുക്കാം. ഓക്കെ, ഒരു
എല്ലാത്തിനും കോമൺ ആയിട്ടൊരു ബേസ് ഇയർ അങ്ങനെ വരുന്നില്ല. അവരിപ്പോൾ ഏത് വർഷമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതിന് നമ്മൾ ചിലപ്പോൾ ട്രെൻഡാക്കി എടുക്കാം, അല്ലെങ്കിൽ ബേസ് ആക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസിന് ഒരു ബേസ് ഇയർ ഒരിക്കലും ഫിക്സ്ഡ് ആയിരിക്കില്ല. സോ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് അനാലിസിസ് എന്താണ്? ഒരു ബേസ് ഇയറെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഡയറക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രെൻഡ് റേഷ്യോ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. സോ ഹൗ ടു കണ്ടക്ട് എ ട്രെൻഡ് അനാലിസിസ്? ഒരു എക്സാമ്പിളാണിത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഇൻ്റർപ്രറ്റ് ദി റിസൾട്ട്സ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദ മാനുഫാക്ചറിങ് കമ്പനി യൂസിങ് ദി ട്രെൻഡ് റേഷ്യോസ്. നമുക്കൊരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ദർ ഈസ് എ 4 years. ഫസ്റ്റ് വൺ 2011, 12, 13 ആൻഡ് 14. ദർ ഈസ് എ 4 years ആൻഡ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നെറ്റ് സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. നമുക്കിത് ജസ്റ്റ് എന്താക്കി കൺവേർട്ട് ചെയ്യുക? ബേസ് ഇയറിനെ എടുത്ത് ഒരു വർഷം നമ്മൾ ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഇയർ ആണ് നമ്മളിപ്പോൾ എടുക്കാറുള്ളത്. ഇനീഷ്യൽ ഇയർ 2011 ആണ്. ആ 2011 നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? 100% കൺവേർട്ട് ചെയ്യണം. റേഷ്യോ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ നമുക്കത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ വാല്യൂസ് നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. ഓക്കെ, ഹെഡിങ് കൊടുക്കുക, ഒപ്പം തന്നെ ദ എമൗണ്ട്സ്, ദെൻ ട്രെൻഡ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് നോക്കി കാണാം, കണ്ടോ? 2011, 12, 13 ആൻഡ് 14. ദെൻ അതേ സെയിം പാർട്ടിക്കുലേഴ്സ് നമുക്ക് എടുത്ത് എഴുതാം. നമുക്ക് ചെയ്യേണ്ട ഒരു പോർഷൻ എന്താണ്? ഈ ഒരു ട്രെൻഡ് പെർസെൻറ്റേജിൻ്റെ ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ട്രെൻഡ് ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 2011 ആണ്. 2008 അല്ല, 2011 ആണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? 2011 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ അതായത് 2012 ആദ്യം കൺസിഡർ ചെയ്യണം. 2012 എത്രയാണ് എമൗണ്ട് നോക്കുക? ദാറ്റ് ഇസ് 70. സോ എന്ത് ചെയ്യണം? 70 ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലത്തെ സെയിൽസ് എത്രയാണ് നോക്കുക? ദാറ്റ് ഇസ് 80 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻ്റ് വരും. നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 88 കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്തത് വരുന്നത് 2013 ആണ്. ഓക്കെ, അപ്പോൾ 2013 എമൗണ്ട് എത്രയാണ് നോക്കുക? ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. ദാറ്റ് ഈസ് 125. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ 2014 വരുന്ന എമൗണ്ട് 120 ആണ്. അപ്പോൾ 120 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്മൾ ഓരോ വർഷം അതിൻ്റെ ഐറ്റംസ് എടുക്കുക, അതിൻ്റെ ബേസ് ഇയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. അടുത്ത ഐറ്റം വരുന്നത് ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ 2014 എത്രയാണ് വരുന്നത്? 2012. കാരണം 11 നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2012 55. അതിൻ്റെ ബേസ് ഇയറിൻ്റെ എമൗണ്ട് എത്രയാണ്? 60. സോ 55 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100. സോ 92 കിട്ടും. അതേപോലെ അടുത്ത വർഷം 72 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, 120. ദെൻ 80 ഡിവൈഡ് ബൈ 60. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബേസ് ഇയറിലത്തെ എമൗണ്ട്. നെറ്റ് സെയിൽസ് ആണെങ്കിൽ നെറ്റ് സെയിൽസിൽ ബേസ് ഇയറിലത്തെ എമൗണ്ട്, അങ്ങനെയാണ്. ഓക്കെ, ഓരോ വർഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ബേസ് ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അടുത്ത വർഷം നോക്കുകയാണെങ്കിൽ അടുത്ത ഐറ്റം ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 2012 കാണുമ്പോൾ 15 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100.
നെക്സ്റ്റ് അപ്പോൾ നമുക്ക് 75 കിട്ടും. അതേപോലെ തന്നെ 28 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100 ദാറ്റ് ഇസ് 140. ദെൻ 40 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100 ദാറ്റ് ഇസ് 200. അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് 2002 കാണുമ്പോൾ 9 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ദെൻ 12 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ഇതൊക്കെ നമുക്കപ്പോൾ 120 കിട്ടും. 90. നെക്സ്റ്റ് 25 ഡിവൈഡ് ബൈ 10 നമുക്ക് 250 കിട്ടും. ഇനി ലാസ്റ്റ് വൺ ഇതേപോലെ തന്നെ റിപ്പീറ്റേഷൻ നമുക്ക് 2012 കാണണം. അപ്പോൾ 6 എമൗണ്ട് ബേസ് ഇയർ ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ദെൻ 16 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ദെൻ 15 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ നമുക്കൊരു ട്രെൻഡ് അനാലിസിസ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റംസ് അതേപോലെ തന്നെ നമ്മൾ എടുത്തെഴുതുക. ദെൻ ബേസ് ഇയർ മീൻസ് ഇനീഷ്യൽ ഇയർ ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആദ്യത്തെ വർഷം ഏതാണെന്ന് നോക്കുക. അതാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ അത് ഡിവൈഡ് ബൈ ഇൻറ്റു 100. ഓക്കെ, എത്രയാണോ എമൗണ്ട് ഓരോ വർഷത്തെ എമൗണ്ട് ഡിവൈഡ് ബൈ ബേസ് ഇയറിലത്തെ എമൗണ്ട് ഇൻറ്റു 100. ഇത്രയാണ് ട്രെൻഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്രെൻഡ് റേഷ്യോ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ദെൻ താങ്ക് യു സോ മച്ച്.